കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 24 മെയ് 2025 നടന്ന ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമുണ്ടാകും? നമുക്കറിയാം, ഹെലൻ ഇപ്പോൾ വയസ്സ് 41 വയസ്സാണ്, മകൾക്ക് 9 വയസ്സും. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമുണ്ടാകുമെന്നാണ് ചോദ്യം. സോ എക്സ് വർഷം കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. സോ എക്സ് വർഷം കഴിയുമ്പോൾ ഹെലൻ്റെ വയസ്സ് എത്രയായിരിക്കും? യെസ്, ഹെലൻ്റെ വയസ്സ് 41 + x ആയിരിക്കും. മകളുടെ വയസ്സ് 9 + x ആയിരിക്കും. ഇതെന്താവണമെന്നാണ് പറയുന്നത്? ഡോട്ടറുടെ വയസ്സിൻ്റെ 3 ഇരട്ടി ആയിരിക്കണം ഹെലൻ്റെ വയസ്സ്. അത് നമ്മൾ ഇക്വേഷനിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഹെലൻ്റെ വയസ്സ് = 3 ടൈംസ് ഓഫ് ഡോട്ടറിൻ്റെ വയസ്സ്. അതായത് 41 + x = 3 × 9 + x. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. സോ x = 14/2 which is equal to 7. 52ാമത്തെ ചോദ്യം. ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? 87.5% പാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഫെയിൽഡിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100 - 87.5 which is equal to 12.5% ആൾക്കാരായിരിക്കും തോറ്റിട്ടുണ്ടാവുക. ഈ 12.5% എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 7 വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത്. സോ ടോട്ടൽ നമ്പറിൻ്റെ 12.5% ആണ് 7. സോ 12.5% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഞാനിവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് x എന്ന് എടുത്തത് കൊണ്ട് 12.5% ഓഫ് x = 7. That is 12.5 divided by 100 into x = 7. So x is equal to 7 into 100 divided by 12.5 which is equal to 56. 53ാമത്തെ ചോദ്യം. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ചോദ്യത്തിൽ 5 മെൻ 78 ദിവസം കൊണ്ടും 12 വുമൺ 78 ദിവസം കൊണ്ടുമാണ് ആ ജോലി പൂർത്തിയാക്കുന്നത്. അതായത് ഒരു ദിവസം കൊണ്ട് 5 ആൾക്കാർ കൂടി ആ ജോലിയുടെ എത്ര ഭാഗം ചെയ്യും? അതായത് 5 പേർ ആ ജോലി ചെയ്തു തീർക്കാൻ 78 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദിവസത്തെ അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/78 ആയിരിക്കും. അതായത് ഈ 1/78 ആദ്യത്തെ ദിവസം തീർക്കുന്നു, അടുത്ത 1/78 അടുത്ത ദിവസം തീർക്കുന്നു. അങ്ങനെ 78 ഡേയ്സ്, അതായത് 78 × 1/78. അപ്പോൾ 78 ക്യാൻസൽ ആയിട്ട് = 1 കിട്ടും. അതായത് 100% തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലാസ്റ്റ് =1 എടുക്കുന്നത്. സോ 1/78, അങ്ങനെ 78 ഡേയ്സ് കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ആക്കുന്നു. അപ്പം 5 മെൻ ഒരു ദിവസം തീർക്കുന്നത് 1/78 പോർഷൻ ഓഫ് ദ ജോബ് ആയിരിക്കും. ഇതേപോലെ ഇൻ 1 ഡേ 12 വുമൺ, അതായത് 12 വുമൺ കംപ്ലീറ്റ് ചെയ്യുന്നതും സെയിം തന്നെ ആയിരിക്കും. കാരണം എന്താ? 12 വുമണിന് ഈ ജോലി ചെയ്ത് തീർക്കാൻ 78 ദിവസം മതി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 12 വുമണും ഒരു ദിവസം 1/78 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ 2 പേരും, അതായത് 5 മെന്നും 5 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ 1/78 + 1/78 which is equal to 2/78 which is equal to 1/39. അതായത് ഒരു ദിവസം 1/39 പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഇവർക്ക് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരും? അതായത് 5 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി ഒരു ദിവസം 1/39 പോർഷൻ ഓഫ് ദ ജോബാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചേ, 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരു ജോലിയുടെ പകുതിയാണ് 1/2 പോർഷനാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം വേണം കംപ്ലീറ്റ് ചെയ്യാൻ? അത് തിരിച്ചിട്ടാൽ പോരെ? 1/2 തിരിച്ചിട്ടുമ്പോൾ എത്രയായി? 2. അതെ, 1/2 + 1/2. അതായത് 1/2 + 1/2 is equal to 1. അങ്ങനെ 2 1/2 ആഡ് ചെയ്യുമ്പോഴാണ് ഒരു 1 കിട്ടുന്നത്. അതുപോലെ ഈ 1/39 എത്ര പ്രാവശ്യം ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് 1 കിട്ടാൻ? 39 ടൈംസ്. അല്ലെങ്കിൽ ഈ ആൻസർ തിരിച്ചിടുക. അതായത് 1/39 തിരിച്ചിടുമ്പോൾ 39. സോ 39 ഡേയ്സ്. അടുത്ത ചോദ്യം. ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉമാണ്. അതിൻ്റെ 11ാമത്തെ പദം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ nth ടേം എന്ന് പറയുന്നത് AR⁻n - 1 ആണ്, അല്ലേ? A എന്താ? ആദ്യത്തെ പദവും R എന്താ? കോമൺ റേഷ്യോയുമാണ്. സോ 5th ടേം എന്ന് പറഞ്ഞാൽ 27 ആണ്. അത് നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ AR⁴, അതായത് 5 - 1. 8th ടേം 729, അതെങ്ങനെ എഴുതാം? AR⁻8 - 1, അതായത് AR⁻7.
നമ്മൾ ഈ ഇക്വേഷൻ രണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അതായത് 27 ഈസ് ഈക്വൽ ടു AR റേസ് ടു 4ഉം 729 ഈസ് ഈക്വൽ ടു AR റേസ് ടു 7ഉം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 27/729 ഈസ് ഈക്വൽ ടു R റേസ് ടു 4 ഡിവൈഡ് ബൈ R റേസ് ടു 7. ഈ R റേസ് ടു 4 ഡിവൈഡ് ബൈ R റേസ് ടു 7 നമുക്കൊന്ന് ചുരുക്കുന്ന സമയത്ത് 1/R³ എന്ന് കിട്ടും. ഈ 1/R³ ഈ ഇക്വേഷൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. സോ നമുക്കറിയാം 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആണ്, 729ൻ്റെ ക്യൂബ് റൂട്ട് 9 ആണ്. സോ 1/R ഈസ് ഈക്വൽ ടു 3/9 വിച്ച് ഈസ് ഈക്വൽ ടു 1/3. 1/R ഈസ് ഈക്വൽ ടു 1/3 ആണെങ്കിൽ R ഈസ് ഈക്വൽ ടു 3. നമുക്ക് കോമൺ റേഷ്യോ കിട്ടി. ഈ കോമൺ റേഷ്യോ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ, അതായത് 27 ഈസ് ഈക്വൽ ടു AR റേസ് ടു 4 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 27 ഈസ് ഈക്വൽ ടു A ഇൻറ്റു 3 റേസ് ടു 4 എന്ന് കിട്ടും. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 81 ആണ്. സോ A ഈക്വൽ ടു 27 ഡിവൈഡ് ബൈ 81 വിച്ച് ഈസ് ഈക്വൽ ടു 1/3. അതായത് 27 ഇൻറ്റു 3 ആണ് 81. അപ്പോൾ A 1/3 എന്ന് കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ പദം ഏതാണെന്നാണ്. 11ാമത്തെ പദത്തിൻ്റെ ഇക്വേഷൻ ആണ് AR റേസ് ടു 11 മൈനസ് 1, അത് AR റേസ് ടു 10 വിച്ച് ഈസ് ഈക്വൽ ടു A നമുക്കറിയാം 1/3 ആണ്, R നമുക്കറിയാം 3 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 റേസ് ടു 9 എന്ന് കിട്ടും. 3 റേസ് ടു 9ൻ്റെ ആൻസർ എന്ന് വെച്ചാൽ 19683, 19,683. അതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് സിമ്പിൾ ചോദ്യമാണ്. 0.004നേക്കാൾ എത്ര മടങ്ങ് വലുതാണ് 0.18? അതായത് 0.004 ഇൻറ്റു സം വാല്യൂ, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 0.18. ഇത് നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0.18 ഡിവൈഡ് ബൈ 0.004 എന്ന് കിട്ടും. ആ ദശാംശം നമുക്ക് ഒഴിവാക്കാം. മുകളിലും താഴെയും നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മുകളിൽ 180 കിട്ടും, താഴെ 4 എന്ന് കിട്ടും. 180 ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 45. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 56ാമത്തെ ചോദ്യം. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? നമുക്കറിയാം വാട്ടർ ബോട്ടിലിൻ്റെ വില 15 ആണ്. വാട്ടറും ബോട്ടിലും ചേർന്നിട്ടാണ് വാട്ടർ ബോട്ടിലിൻ്റെ വില 15 ആവുന്നത്. വാട്ടറിൻ്റെ വില ബോട്ടിലിൻ്റെ വിലയേക്കാൾ 12 രൂപ കൂടുതലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വാട്ടറിൻ്റെ വാല്യൂ ഈക്വൽ ടു ബോട്ടിലിൻ്റെ വാല്യൂ പ്ലസ് 12. ഈ ഒരു വാട്ടർ ഈക്വൽ ടു ബോട്ടിൽ പ്ലസ് 12 എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ബോട്ടിൽ പ്ലസ് 12 പ്ലസ് ബോട്ടിൽ ഈക്വൽ ടു 15. അപ്പോൾ ബോട്ടിൽ പ്ലസ് ബോട്ടിൽ 2 ബോട്ടിലായി. ആ 12നെ ഞാൻ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 15 മൈനസ് 12 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ 2 ബോട്ടിൽ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ബോട്ടിൻ്റെ വില എത്രയാണ്? 3/2, ദാറ്റ് ഈസ് 1.5. ആൻസർ ഈസ് ഓപ്ഷൻ എ 1.5. 57ാമത്തെ ചോദ്യം. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഇത് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് കൂട്ടുപലിശയുടെ ചോദ്യമാണ്. നമുക്കറിയാം കൂട്ടുപലിശയുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു N. P എന്താ? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും, R നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും, N നമ്പർ ഓഫ് ഇയേഴ്സും ആണ്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. P എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ, R 5%, നമ്പർ ഓഫ് ഇയേഴ്സ് N ഈസ് ഈക്വൽ ടു 3. സോ A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R ബൈ 100 ഹോൾ റേസ് ടു N. ഇത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 6 lakhs ഇൻറ്റു 105 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 100 ക്യൂബ് എന്ന് വരും. സോ അതിനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 694,575. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 58ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 59ാമത്തെ ചോദ്യം. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 64 ആണ്. ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62ആയി കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എന്താണ്? നമുക്കറിയാം സം ഓഫ് 9%, അതായത് 9 പേരുടെ ശരാശരി പ്രായം നമുക്ക് തന്നിട്ടുണ്ട്, 64 ആണ്. അതായത് സം ഓഫ് പേഴ്സൺസ് ഓഫ് 9%, അതായത് 9 ആൾക്കാരുടെ വയസ്സിൻ്റെ തുക ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺ, അതായത് 9 ഇസ് ഈക്വൽ ടു 64. അപ്പോൾ നമുക്ക് സം ഓഫ് 9% ഏജ് കിട്ടിയില്ലേ? 64 ഇൻറ്റു 9, അതായത് 576. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരാൾ പോയി, അപ്പോൾ ബാക്കി എത്ര പേരുണ്ട്? 8 പേര്. സോ സം ഓഫ് 8% ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 62. അത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് സം ഓഫ് 8% കിട്ടി. എത്രയാണ്? 62 ഇൻറ്റു 8. ആ ലെഫ്റ്റ് സൈഡിലുള്ള 8 റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ്. സോ ആൻസർ ഈസ് 496. നമുക്ക് കിട്ടേണ്ടത് എന്താ? ആ പോയ ആളുടെ ഏജാണ് കിട്ടേണ്ടത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 5 കൂട്ടുകാരുണ്ടെങ്കിൽ 5 കൂട്ടുകാരുടെ ഏജിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 30ഉം അതിൽ 4 പേരുടെ ഏജിൻ്റെ തുക 25 ആണെങ്കിൽ, സപ്പോസ് 25 ആണെങ്കിൽ ആ ബാക്കിയുള്ള ഒരാളുടെ ഏജ് എത്രയായിരിക്കും? 5 ആയിരിക്കും. അതായത് 30 - 25. അതുപോലെ തന്നെ സം ഓഫ് 9% ഏജ് തന്നിട്ടുണ്ട് 576, സം ഓഫ് 8% ഏജ് തന്നിട്ടുണ്ട് 496. സോ ആ ബാക്കി, അതായത് പോയ ആളുടെ ഏജ് എത്രയായിരിക്കും? 576 - 496 വിച്ച് ഈസ് ഈക്വൽ ടു 80. ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. 60ാമത്തെ ചോദ്യം, 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഈ 5.25 മീറ്റർ നീളം 5.10 മീറ്റർ വീതിയും നമുക്കത് ദശാംശമായിട്ട് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. സോ 5.25 മീറ്റർ എന്ന് പറയുമ്പോൾ 5.25 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 525 സെൻറ്റിമീറ്റർ. അതുപോലെ വിഡ്ത്ത് 5.10 മീറ്റർ ആണ്. അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ × 100 വിച്ച് ഈസ് ഈക്വൽ ടു 510 സെൻറ്റിമീറ്റേഴ്സ്. നമുക്കൊരു ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ഒരു റെക്റ്റാങ്കുലർ തറയുണ്ട്. ഈ തറയുടെ ലെങ്ത്തും വിഡ്ത്തും നമുക്കറിയാം 525 സെൻറ്റിമീറ്ററും 510 സെൻറ്റിമീറ്ററുമാണ്. ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ ആവശ്യമായ മിനിമം നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതുപോലെ നമ്മൾ പല സ്ക്വയേഴ്സ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. ആ വലിയൊരു റെക്റ്റാങ്കിളിനെ കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സായി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ആ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ 4 സൈഡും ഒരേ നീളമായിരിക്കും. സോ 510 സെൻറ്റിമീറ്റർ സൈഡിൽ നീളം എ ആണെങ്കിൽ 525 സെൻറ്റിമീറ്റർ സൈഡിൽ അതിൻ്റെ സൈഡ് വരുന്ന ആ സൈഡും എ തന്നെ ആയിരിക്കും അല്ലേ? അതായത് നമുക്ക് കിട്ടേണ്ടത് മിനിമം നമ്പർ ഓഫ് ടൈൽസ് ആണ്. മിനിമം നമ്പർ ഓഫ് ടൈൽസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 510ലും 525ലും ഉള്ള ആ എ സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, സ്ക്വയറിൻ്റെ എ, അത് അതിൽ നിന്നും എടുക്കാവുന്ന പരമാവധി വാല്യൂ ആയിരിക്കണം. ഒന്ന് ആലോചിക്കേ, അതിലെടുക്കുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ടൈൽസ് ആണോ കിട്ടുക, മിനിമം നമ്പർ ഓഫ് ടൈൽസ് ആണോ കിട്ടുക? നമുക്ക് മിനിമം നമ്പർ ഓഫ് ടൈൽസ് കിട്ടണമെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്നും മാക്സിമം എടുക്കാൻ പറ്റുന്ന സെയിം വാല്യൂ, സെയിം ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ അതായത് ഈ 510ൻ്റെയും 525ൻ്റെയും HCF കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ 525ൻ്റെയും 510ൻ്റെയും HCF എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്, വിച്ച് ഈസ് 15. അതായത് എ നമുക്ക് കിട്ടി. അതായത് എ കിട്ടി. നമ്മൾ 15 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എത്ര സ്ക്വയർ വേണം ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ? അതായത് ഇതിൻ്റെ ടോട്ടൽ ഏരിയ ഉണ്ടല്ലോ, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. സോ 525 × 510 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു ടൈലിൻ്റെ ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടൈൽസ്. ഒരു ടൈലിൻ്റെ ഏരിയ നമുക്ക് എത്ര അറിയാം? എ സ്ക്വയർ ആണ്. അതായത് 15 × 15 ഇൻറ്റു നമ്പർ ഓഫ് ടൈൽസ്. അതായത് ഏരിയ ഓഫ് ദ ലാർജർ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു ഏരിയ ഓഫ് എ സ്ക്വയർ. നമുക്കറിയാം ഏരിയ ഓഫ് ദ ലാർജർ റെക്റ്റാങ്കിൾ നീളവും വീതിയും അറിയാം. 525 × 510 ഇസ് ഈക്വൽ ടു n ആണ് നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻറ്റു ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ വെച്ചാൽ 15 സ്ക്വയർ, ദാറ്റ് ഈസ് 15 × 15. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1190. n is equal to 1190. പക്ഷേ നമ്മുടെ കേരള PSCയുടെ ആൻസർ കീനകത്ത് 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡി റെഡ് കളറിലാണുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. 61ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം m സ്റ്റുഡൻസ് ഇൻ എ റോ ആൻഡ് n റോസ്. അതായത് ഒരു റോയിനകത്ത് m സ്റ്റുഡൻസ് ആണ്, അങ്ങനെ n റോസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരിക്കും? m × n. അതായത് ഒരു റോയിൽ 5 കുട്ടികളും അങ്ങനെ 10 റോയും ഉണ്ടെങ്കിൽ 10 × 5, അതായത് 50 സ്റ്റുഡൻസിൽ ഉണ്ടാവുക. അതുപോലെ m സ്റ്റുഡൻസ് ഉണ്ട്, n റോസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് m × n ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചോദ്യം, അതായത് ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ m സ്റ്റുഡൻസിനെ റോ എന്ന് എടുത്തു. അപ്പോൾ ഇനി ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ 3 കുട്ടി കൂടുതലാണെങ്കിൽ m+3 ആവും. സ്റ്റുഡൻസിൻ്റെ എണ്ണം m+3 ആവും. അപ്പോൾ ഒരു വരി കുറയും. അപ്പോൾ വരി എത്രയായിരിക്കും? n-1 ആയിരിക്കും. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത്, ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ, അതായത് m-3 ആണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും.
എത്ര ഓൾറെഡി n ഉണ്ട്, പ്ലസ് 2 വരികൾ കൂടി ഉണ്ടാവും, അത് n+2. ഇത് ഓക്കെ ആണോ? ഇനി ഇക്വേഷനിലേക്ക് നമുക്ക് പോവാം. ഇതൊന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് ചുരുക്കുകയാണേ. m+3 × n-1 എന്ന് പറയുന്നത് mn - m + 3n - 3 = mn. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനാണ് അവിടെ മാറുന്നില്ല. അതായത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് പല രീതിയിലും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ്. സോ mn - m + 3n - 3 = mn. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത സമയത്ത് 3n - m = 3. ഇത് നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് = m - 3 × n+2. അതും ഞാൻ ഇതുപോലെ റീഅറേഞ്ച് ചെയ്തിട്ട് അതും ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയ mn ഈക്വേറ്റ് ചെയ്യുകയാണ്. സോ അതെനിക്ക് കിട്ടും 2m - 3n = 6. അത് നാലാമത്തെ ഇക്വേഷൻ. നമ്മളിനി ഇക്വേഷൻ 3ഉം 4ഉം ആഡ് ചെയ്യുന്നു. സോ നമുക്ക് m = 9 എന്ന് കിട്ടുന്നു. ഈ m = 9 എന്ന വാല്യൂ ഞാൻ മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് 3n - m = 3. സോ 3n - 9 = 3, 3n = 12, n = 4. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് m × n ആണെന്ന് നമുക്കറിയാം. m = 9 എന്നും കിട്ടി, n = 4 എന്നും കിട്ടി. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് = 9 × 4 = 36. അടുത്ത ചോദ്യം, 62ാമത്തെ ചോദ്യം. 85 × 87 × 89 × 91 × 95 × 96നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1200നെ 100 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും ശിഷ്ടം? 0 ആയിരിക്കും. അത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ടെയിൽ എൻഡിൽ 2 0, മിനിമം 2 0 ഉണ്ടെങ്കിൽ 100നെ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയും. ഇപ്പോൾ 120യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കംപ്ലീറ്റ് ആയിട്ട്? ഇല്ല. എന്തുകൊണ്ടാണ്? ടെയിൽ എൻഡിൽ ഒരു 0 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതുപോലെ എന്താ പറയുക, ഇപ്പോൾ 1000നെ നമുക്ക് 100 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ 1000ൻ്റെ ടെയിലായിട്ട് 3 സീറോസ് ഉണ്ട്. നമുക്ക് 2 സീറോസേ വേണ്ടൂ. അതായത് 100നെ കൊണ്ട് ഒരു നമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കണമെങ്കിൽ ആ നമ്പറിൻ്റെ ടെയിൽ എൻഡിൽ മിനിമം 2 സീറോയെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 സീറോ, ഈ സീറോ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. സീറോ എങ്ങനെയാണ് വരുന്നത്? 2 × 5 ആണ് 10. ഈ 10നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, ഏത് ഹോൾ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ടെയിൽ എൻഡിൽ ഒരു സീറോ കിട്ടും അല്ലേ? ഏത് ഹോൾ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെയിൽ എൻഡിൽ ഒരു സീറോ കിട്ടും. അപ്പോൾ 2 സീറോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 10 വേണം അല്ലേ? 2 10 വേണം. 10 × 10 ആണ് 100 വരുന്നത്. ഇപ്പോൾ ടെയിൽ എൻഡിൽ 2 0 കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷനിൽ മിനിമം 2 10 ഉണ്ടായിരിക്കണം. അതായത് 2 × 5 × 2 × 5, അതായത് മിനിമം 2 2ഉം 2 5ഉം ഉണ്ടായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ആ ഇക്വേഷൻ, അതായത് ആ മൾട്ടിപ്ലിക്കേഷനകത്ത് 2 2ഉം 2 5ഉം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റുന്നത് 85ൽ ഒരു 5 ഉണ്ട്. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടെയിൽ എൻഡിൽ 0 അല്ലെങ്കിൽ 5 മാത്രമേ വരുള്ളൂ. സോ 85നകത്ത് ഒരു 5 ഉണ്ട്, 95നകത്തും ഒരു 5 ഉണ്ട്. സോ നമുക്ക് 2 5 ഉണ്ടെന്ന് കൺഫേം ആയി. ഇനി 2 2 ഉണ്ടോ എന്ന് കൂടി നോക്കണം. 87 ഒരു ഓഡ് നമ്പറാണ്, 2 ഉണ്ടാവില്ല. 89 ഒരു ഓഡ് നമ്പറാണ്, 91ഉം ഒരു ഓഡ് നമ്പറാണ്. പിന്നെയുള്ളത് 96 ആണ്. 96നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 48. അവിടെ എനിക്കൊരു 2 കിട്ടി. 48നെ എങ്ങനെ എഴുതാം? 2 × 24. മൊത്തം 96നെ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 24. അതായത് 2 2 അവിടെയും കിട്ടി, 2 5 നമുക്ക് മുകളിലും കിട്ടി. സോ ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് 2 2 ഉണ്ട്, 2 5 ഉണ്ട്. സോ ടെയിൽ എൻഡിൽ എന്തായാലും മിനിമം 2 0 ഉണ്ടാവും. സോ അങ്ങനെ മിനിമം 2 0 ഉണ്ടെങ്കിൽ ഇതിനെ ഈ മൾട്ടിപ്ലിക്കേഷനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ കിട്ടില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 0. 63ാമത്തെ ചോദ്യം. എ ബി സി ഡി ഇ എഫ് എന്നീ 2 3 അക്ക സംഖ്യകളിൽ എ ബി സി ഡി ഇ എഫ് എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ എ ബി സി പ്ലസ് ഡി ഇ എഫ് = 1 1 1 1 എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫിൻ്റെ മൂല്യം എന്താണ്? കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ എ ബി സിനെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് 100A + 10B + C എന്ന് എഴുതാം, ആ ഒരു 3 അക്ക നമ്പറിനെ. ഡി ഇ എഫിനെ 100D + 10E + F എന്ന് എഴുതാം. സോ എ ബി സി പ്ലസ് ഡി ഇ എഫ് എന്ന് പറയുമ്പോൾ 100A + 10B + C എന്നും പ്ലസ് 100D + 10E + F എന്നും വരും.
ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് 100 ഇൻറ്റു എ പ്ലസ് ഡി പ്ലസ് 10 ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് സി പ്ലസ് എഫ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് 111 എന്നാണെന്ന്. നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബി സി പ്ലസ് ഡി എഫ് എങ്ങനെ എഴുതുന്നത്? ആ ഒരു ഇമേജ് നോക്കിക്കേ. സി പ്ലസ് എഫ് 1 കിട്ടണ്ടേ? സി പ്ലസ് എഫ് 1 കിട്ടുന്ന എപ്പോഴാണ്? സിയും എഫും ഇതിനകത്ത് ഒരു ഡിജിറ്റും 0 അല്ല എന്ന് പറയുന്നുണ്ട്. സോ സി പ്ലസ് എഫ് 1 കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ 11 ആയിരിക്കണം സി എഫിൻ്റെ സമ്മ്, അല്ലെങ്കിൽ 21 ആയിരിക്കണം. രണ്ട് സിംഗിൾ ഡിജിറ്റിൻ്റെ സമ്മ് എന്തായാലും 11നേക്കാൾ മുകളിൽ പോകില്ല. ഒന്നുകിൽ 9 ഉണ്ടാവാം, 7 4 ആവാം, 8 3 ആവാം, 6 5 ആവാം. അത് ഏതാണ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. സോ സി പ്ലസ് എഫ് എന്തായിരിക്കും? 11 ആയിരിക്കും. ആ സി പ്ലസ് എഫിന്ന് 11 കിട്ടുമല്ലോ. ആ 11ൻ്റെ 1 അവിടെ വെച്ചിട്ട് ബാക്കി 1 നമ്മൾ എവിടേക്ക് എടുക്കും? ബിയിലേക്ക് എടുക്കും. സോ ബി പ്ലസ് ഇ പ്ലസ് 1 ആണല്ലോ നമുക്ക് അടുത്ത ഡിജിറ്റായ 1 കിട്ടേണ്ടത്. അതായത് 100th പൊസിഷനിൽ കിട്ടുന്ന 1 ഇല്ലേ, അത് ബി പ്ലസ് ഇ പ്ലസ് 1 അല്ലേ നമുക്ക് ആ 1 കിട്ടേണ്ടത്? അതും 11 ആയിരിക്കും. സോ ബി പ്ലസ് ഇ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 11. സോ ബി പ്ലസ് ഈക്വൽ ടു 10. സോ ബി പ്ലസ് ഇ കിട്ടിയേ ആ 11ന്ന് 1 അവിടെ വെച്ച് അടുത്ത 1 നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു. സോ എയുടെ മുകളിൽ ഒരെണ്ണം 1 ഉണ്ട്. സോ എ പ്ലസ് ഡി പ്ലസ് 1 ആണ് ഇനി കിട്ടേണ്ട 11. അപ്പോഴേ നമുക്ക് ആ പൂർണ്ണമായിട്ടും ആ നമ്പർ 1111 എന്ന് കിട്ടുള്ളൂ. സോ എ പ്ലസ് ഡി പ്ലസ് 1 ഈസ് ഈക്വൽ ടു എഗെയിൻ 11 ആണ്. സോ എ പ്ലസ് ഡി ഈക്വൽ ടു 10. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ്. ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഇ പ്ലസ് എഫ്. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുള്ളതാണ്. എ പ്ലസ് ഡി എത്രയാണ്? 10. ബി പ്ലസ് ഇ എത്രയാണ്? അതും 10. സി പ്ലസ് എഫ് എത്രയാണ്? 11. സോ ടോട്ടൽ സം എടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 31 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി 31. 64ാമത്തെ ചോദ്യം. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? സിമ്പിൾ ചോദ്യമാണ്. അറ്റ് 8 o'clock അവർ ആൻഡ് വിൽ ബി ടുവേർഡ്സ് നമ്പർ 8. അറ്റ് 2 o'clock അവർ ആൻഡ് വിൽ ബി ടുവേർഡ്സ് നമ്പർ 2 അല്ലേ? മണിക്കൂർ സൂചി 8 മണിക്ക് 8ൻ്റെ നേരെയും 2 മണിക്ക് 2ൻ്റെ നേരെയും അല്ലേ? അതായത് മണിക്കൂർ സൂചി 8 മുതൽ 2 മണി വരെ എത്ര ഡിഗ്രി കറങ്ങി? എത്ര ഡിവിഷൻ പോയി? 8 കഴിഞ്ഞ് അത് 9-ലെത്തി, 10-ലെത്തി, 11-ലെത്തി, 12-ലെത്തി, 1-ലെത്തി, 2-ലെത്തി. അപ്പോൾ എത്ര മൊത്തം ഡിവിഷൻ കറങ്ങിയത്? 6 ഡിവിഷൻ കറങ്ങിയില്ലേ? ഒരു ഡിവിഷൻ എത്രയാണ്? നമുക്ക് ഒരു ക്ലോക്കിൻ്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. എത്ര ഡിവിഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്? അതിനെ എത്ര മണിക്കൂറായിട്ട് തിരിച്ചിട്ടുണ്ട്? 12 മണിക്കൂർ. 12 മണിക്കൂർ എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അതായത് 360/12 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. നമ്മുടെ മണിക്കൂർ സൂചി 8 മണി മുതൽ 2 മണി വരെ എത്ര ഡിവിഷൻ കറങ്ങി, അല്ലെങ്കിൽ എത്ര മണിക്കൂർ കറങ്ങി? 6 മണിക്കൂറല്ലേ കറങ്ങിയത്? സോ 6 ഡിവിഷൻസ് കറങ്ങിയിട്ടുണ്ട്. സോ ആംഗിൾ ഇസ് ഈക്വൽ ടു 630 × 6. അതായത് ഒരു ഡിവിഷനാണ് 30 ഡിഗ്രി. അങ്ങനെ 6 ഡിവിഷൻ 6 അവർ കറങ്ങിയിട്ടുണ്ട്. സോ 30 × 6 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്ഷൻ ഡി. അടുത്തത് 65ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും എന്നാണ് ചോദ്യം. സോ നമുക്ക് നോക്കാം. ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ആദ്യത്തെ മണി അടിച്ചു, 5 മണിയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ മണി അടിച്ചു, 3 അടിച്ചു, 4 അടിച്ചു, 5 അടിച്ചു. 5 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുത്തു? 8 സെക്കൻഡ് എടുത്തു. അപ്പോൾ ഓരോ അടിക്കും ഇടയിലുള്ള ഗ്യാപ്പ് എത്ര സെക്കൻഡാണ്? 2 സെക്കൻഡ് അല്ലേ? 8 സെക്കൻഡാണ്. മൊത്തം 4 ഗ്യാപ്പാണ് നമുക്കുള്ളത്. അങ്ങനെ 4 ഗ്യാപ്പാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതേ ക്ലോക്കിൽ 10 മണി അടിക്കാനാണ്. ഇപ്പോൾ 5 മണി വരെ അടിച്ചു. ഇനി 10 മണി അടിക്കാൻ എത്ര സമയമുണ്ടോ നോക്കാം നമുക്ക്. 10 മണിക്ക് ആദ്യത്തെ 5 അടിക്കുന്നു, പിന്നെ 6 അടിക്കുന്നു, 7 അടിക്കുന്നു, 8 അടിക്കുന്നു, 9 അടിക്കുന്നു, അവസാനം 10 മണി അടിക്കുന്നു. സോ ഒരു ഗ്യാപ്പ് നമുക്ക് എത്ര അറിയാം? 2 സെക്കൻഡാണെന്ന് അറിയാം. എത്ര ഗ്യാപ്പ് വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക്? 5 ഗ്യാപ്പ് വന്നിട്ടില്ലേ? 1 2 3 4 5 ഗ്യാപ്പ് വന്നില്ലേ? സോ 10 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എത്ര സമയം എടുക്കും 10 അടിക്കാൻ വേണ്ടിയിട്ട്? സോ ആൻസർ ഈസ് 10 + 8 വിച്ച് ഈസ് ഈക്വൽ ടു 18 സെക്കൻഡ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. 66ാമത്തെ ചോദ്യം. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ ആളാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 8 പേരും പിറകിൽ 8 പേരും ഇല്ലേ? അതായത് മുമ്പിലത്തെ 8ഉം പിറകത്തെ 8ഉം കൂടി ചേർന്ന് 16 പ്ലസ് നിങ്ങൾ 16 1 17 പേർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. 67ാമത്തെ ചോദ്യം. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കുമെന്നാണ് ചോദ്യം. സോ നമുക്കൊന്ന് എഴുതി നോക്കേണ്ടി വരും. അറ്റ് ഓഡ് പൊസിഷൻ, അതായത് ഒറ്റയുടെ സംഖ്യയുടെ സ്ഥാനത്ത് 8 എത്ര പ്രാവശ്യം വരുന്നു? സോ
1 മുതൽ 10 വരെ 8 ഉണ്ട്, പിന്നെ 18 ഉണ്ട്, 28, 38, 48, 58, 68, 78, 88, 98, അങ്ങനെ 10 പ്രാവശ്യം 8 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നുണ്ട് 1 മുതൽ 100 വരെയുള്ള എണ്ണസംഖ്യകളിൽ. ഇത് മാത്രമല്ല 10th പൊസിഷനിൽ വരുന്നുണ്ട്, അതായത് 80 മുതൽ 89 വരെ 10th പൊസിഷനിൽ 8 ഉണ്ട്, അതായത് 80 മുതൽ 90 വരെ 10 പ്രാവശ്യം 8 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് 80, 81, 82, 83, 84, 85, 86, 87, 88, 89, അങ്ങനെ 10 എണ്ണം. ടോട്ടൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും അപ്പോൾ? 10 + 10 = 20 പ്രാവശ്യമാണ് 8 റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി. പക്ഷേ നമ്മുടെ PSCയുടെ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 68ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 69ാമത്തെ ചോദ്യം, ടാങ്കിൻ്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? അതായത് നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു കുപ്പിയുടെ പകുതി ഭാഗത്തിൽ 10 ലിറ്റർ ഉണ്ടെങ്കിൽ ആ കുപ്പിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? 20 ലിറ്റർ അല്ലേ? അതുപോലെ 1/4 ഭാഗമാണ് 135 ലിറ്റർ. സോ അതിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? 4 × 135 = 540 ലിറ്റർ, അതായത് 540 ലിറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി. ക്വസ്റ്റ്യനിൽ 180 ലിറ്റർ ആ ടോട്ടൽ കപ്പാസിറ്റിയുടെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 180 ലിറ്റർ ആ ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ്? സോ 180 / ടോട്ടലായ 540 = 1/3. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓപ്ഷൻ ബി. 70ാമത്തെ ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1, 6, 13, 24, 41. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദ്യം. സോ 1ൽ നിന്നും 6ലേക്ക് എത്ര വ്യത്യാസമുണ്ട്? 5ൻ്റെ വ്യത്യാസമുണ്ട്. 6ൽ നിന്നും 13ലേക്ക് 7ൻ്റെയും, പിന്നെ 13ൽ നിന്ന് 24ലേക്ക് 11ൻ്റെയും, 24ൽ നിന്ന് 41ലേക്ക് 17ൻ്റെ വ്യത്യാസമുണ്ട്. അടുത്ത നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഡിഫറൻസ് ഉള്ള നമ്പർ ഞാൻ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഒന്നുകൂടി നോക്കിക്കേ. 5, 7, 11, 17. അതെങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 5 കഴിഞ്ഞ് 5നോട് 2 കൂട്ടി, അതുപോലെ 7നോട് 4 കൂട്ടി, 11നോട് 6 കൂട്ടി. അടുത്തത് എത്രയായിരിക്കും കൂട്ടേണ്ടി വരിക? 2, 4, 6. അടുത്ത് ആഡ് ചെയ്യേണ്ട നമ്പർ എത്രയാണ്? 8 ആണ്. അതായത് 17നോട് കൂടി 8 കൂട്ടണം. അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ 25 ആണെന്ന് കിട്ടും. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ 41നോട് കൂടി 25 ആഡ് ചെയ്താൽ മതി. സോ ആൻസർ = 66. ഓപ്ഷൻ സി. So thank you guys for watching.